ബി.ജെ.പിക്ക് പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വന്ന് ഇങ്ങനെ ബി.ജെ.പി മുഖം മിനുക്കി എന്ന് പറയുമ്പോൾ വോക്സിന് പറയാനുള്ളത് ഒരു പഴങ്കഥയാണ്. എത്ര പഴങ്കഥയായാലും ഈ കേരളത്തിന്റെ മതേതര മണ്ണിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന ആ ഒരു കഥ എന്തായിരുന്നു അത്? ഈ നാടിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷമെന്നു നേരത്തെയും പിന്നീട് കൊടും വിഷമെന്നും വിളിച്ചയാളാണ് രാജീവ് ചന്ദ്രശേഖർ. എന്തുകൊണ്ടാണ് അങ്ങനെ മുഖ്യമന്ത്രിക്ക് വിളിക്കേണ്ടി വന്നത്? ഈ നാട്ടിൽ കളമശ്ശേരിയിൽ 2.5 വർഷം മുമ്പ് ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മാർട്ടിൻ എന്ന് പറയുന്നയാളെ അറസ്റ്റ് ചെയ്തു. ആ ഒരു സമയത്ത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണ്, ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തിന് അഴിഞ്ഞാടാൻ കേരള സർക്കാർ എല്ലാവിധ സഹായങ്ങളും കൊടുക്കുന്നു. ഹമാസിന്റെ ഒരു മിനി സംഘടന തന്നെ കേരളത്തിൽ ഉണ്ടാക്കാൻ പിണറായി വിജയന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞത് ഓക്കെ, ഒരു വിഷയമുണ്ടായപ്പോൾ അങ്ങനെ ഒരു ബി.ജെ.പി നേതാവ് പ്രതികരിച്ചു, അങ്ങനെയെങ്കിലും നമുക്ക് ഓർക്കാം. പക്ഷെ രണ്ടാമതുണ്ടായതോ, ഈ സ്റ്റേറ്റ്മെന്റ് മാർട്ടിൻ അറസ്റ്റ് ആയതിനു ശേഷവും ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുന്നുണ്ടോ, ഈ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ തിരുത്തൽ വെക്കുന്നുണ്ടോ എന്ന് രാജീവ് ചന്ദ്രശേഖരോട് കേരളത്തിലെ മുഖ്യധാരാ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെല്ലാം ചോദിച്ചു. എന്താ പറഞ്ഞത്? തീർത്തും മൗനം. ഒരക്ഷരം മിണ്ടാതെ രാജീവ് ചന്ദ്രശേഖർ തന്റെ സ്റ്റേറ്റ്മെന്റിനെ മാറ്റാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതാണ് അവിടെ നമ്മൾ കാണേണ്ടത്. കാരണം ഈ കേരളത്തിന്റെ മതേതര മണ്ണിൽ അത്രമേൽ വലിയ വർഗീയത വിതറിയിട്ടയാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ബി.ജെ.പിയുടെ പുതിയ നായകൻ. എന്നിട്ട് ഇങ്ങനെ വന്ന് വികസനം പറഞ്ഞാൽ, വികസനമാണ് കേരളത്തിൽ ഇനി ബി.ജെ.പിയുടെ ഇത് എന്ന് പറയുമ്പോൾ, രാഷ്ട്രീയ കാര്യങ്ങൾ കേരളത്തിൽ ബി.ജെ.പി ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, ഏതെങ്കിലും ഒരു മോഡൽ സ്റ്റേറ്റ് ഉണ്ടോ നിങ്ങൾ വികസിപ്പിച്ചുദ്ധരിച്ചത് എന്നൊരു മറുചോദ്യവും കേരളത്തിന് ചോദിക്കാൻ തോന്നും. കേരളത്തിൽ ഒരിക്കലും മുളയ്ക്കില്ലാത്ത വർഗീയ വിത്തിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും ഊന്നുന്നത്. എന്നിട്ട് വന്നിട്ട് പറയാണ് വികസനമാണ് ഇനി വേണ്ടത്. ഇവിടെ പിച്ചച്ചട്ടി എടുത്ത് നിൽക്കുന്ന ധർമ്മക്കാരെ പോലെ റോഡിൽ നിൽക്കുന്ന ആശാ വർക്കർമാരുടെ പ്രതിസന്ധികൾ അവസാനിപ്പിക്കണം. കേന്ദ്രം കൊടുക്കാനുള്ളതിനെ മറന്നിട്ട് ഒരു ബി.ജെ.പി അധ്യക്ഷൻ വന്നിട്ട് പറയുവാണ് കൊടുക്കാനുള്ളത് മുഴുവൻ സർക്കാരാണ്. എന്നിട്ട് എന്താ പറയുന്നത്? വികസനമാണ് ഞങ്ങളുടെ ആയുധം ഇനി എന്ന് പറയുമ്പോൾ, ഉത്തരേന്ത്യയിൽ ബി.ജെ.പി ഭരിക്കുന്ന ഒരു നാട് പോലും മോഡൽ സ്റ്റേറ്റ് ആയി എടുത്തു പറയാതെ എവിടെയും തൊടാതെയുള്ള ഒരു പ്രസംഗം ബി.ജെ.പിയുടെ പുതിയ നായകന്റെ. ബി.ജെ.പി ഇങ്ങനെ പുതിയ നായകനെ കൊണ്ടുവന്ന് ഒരു വികസനത്തിലൂന്നിയ പ്രസംഗം നടത്തി, രാഷ്ട്രീയ പ്രസംഗം നടത്തി, ത്രിതല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു എന്ന് പറയുമ്പോഴും ബി.ജെ.പി നിലമറിഞ്ഞു പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കേരളത്തിൽ ഇങ്ങനെ ലോജിക്കില്ലാത്ത കാര്യങ്ങൾ പറയുക. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ടായി കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വളരെയധികം സ്വീകാര്യത ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ബി.ജെ.പിയിലേക്ക് വന്നതിന് ശേഷം നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ, ഒന്നും പഠിക്കാതെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും പിന്നീട് അബദ്ധമാവുന്നത് നോക്കൂ. ബി.ജെ.പിയുടെ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി വന്നപ്പോ അതിന് പി.സി. ജോർജ് എന്ന് പറയുന്ന വിശ്വനാഥിന്റെ ഒരു പരാമർശം, ഈ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കാൻ പി.സി. കയറി പോകുമ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പൊ പി.സി. പറയാണ്, തിരുവനന്തപുരത്തെ മണ്ടന്മാരായ സമ്മതിദായകർക്ക് പറ്റിയ അബദ്ധമാണ് രാജീവ് ചന്ദ്രശേഖരെ ജയിപ്പിക്കാത്തത്. ഇപ്പോൾ ഇവിടെ എല്ലാം ശരിയാവും. അപ്പോ ജനാധിപത്യത്തെ, വോട്ടവകാശം അവരുടെ ഇഷ്ടത്തിൽ, അവരുടെ ഇംഗിതത്തിനനുസരിച്ച്, അവരുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുന്ന സമൂഹത്തെ മുഴുവൻ കടന്നാക്രമിച്ചുകൊണ്ടാണ് പി.സി. ജോർജും പറഞ്ഞത് എന്നുള്ളതാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ എസ് സുരേഷിനോട് വോക്സ് ടീം സംസാരിക്കുന്നേ. അപ്പോൾ അദ്ദേഹവും പറയുന്നത് പി.സി. ജോർജിന്റെ നാടൻ പ്രയോഗങ്ങൾ, പി.സി. ജോർജിന്റെ നാടൻ പരാമർശങ്ങൾ, അദ്ദേഹം വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. ഒരു നാടിൽ വർഗീയ വിഷം വിളമ്പുന്നതിനെ ഒരു നാട്ടുപ്രയോഗമായി കാണാൻ, ഒരു നാടിൽ ജനാധിപത്യ വിശ്വാസികളെ അടച്ചാക്ഷേപിക്കുന്നതിനെ വീട്ടുവർത്തമാനമായി കാണാനാണ് ബി.ജെ.പി ഇനിയും മുതിരുന്നതെങ്കിൽ, വികസനം പറഞ്ഞിട്ടോ രാഷ്ട്രീയം പറഞ്ഞിട്ടോ എത്ര വലിയ കോർപ്പറേറ്റിനെ ഇവിടെ കൊണ്ടുവന്നിട്ടോ ഞാൻ എത്ര വലിയ പ്രൊഫഷണൽ ആണ് എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിയിറക്കിയിട്ടോ കാര്യമില്ല. ബി.ജെ.പിയുടെ കാര്യം പരുങ്ങലിലാവുമെന്ന് തന്നെ.